നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ട് ഒരു അവിയലാണ് കേട്ടോ. തെക്കൻ സൈഡിലൊക്കെ ഒരുപാട് പ്രചാരമുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് ചക്ക നീളത്തിലരിഞ്ഞതും, പിന്നെ ഈ മടൽ, നമ്മളതിൻ്റെ മുള്ള് കളഞ്ഞിട്ടുള്ള ഭാഗം ഇല്ലേ, അത് കുറച്ച് കനമുള്ളതാകുമ്പോൾ അതങ്ങനെ അത് പകുതിയായിട്ട് എടുക്കുക. പിന്നെ കുറച്ച് മുരിങ്ങക്കായ, പിന്നെ ഇവിടെ മാങ്ങ നീളത്തിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ, അത് പുളിക്കനുസരിച്ച്. പിന്നെ ഇത് കുറച്ച് ചക്കക്കുരു നീളനെ ചെറുതായിട്ട് കനം കുറച്ചൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് അരയ്ക്കാനായിട്ട് നാളികേരം, കറിവേപ്പില, കുറച്ച് പച്ചമുളക്, 2 മണി ജീരകം, അധികം ജീരകം വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് ചുമന്ന ഉള്ളി. ഇത് അധികം നന്നായിട്ടൊന്നും അരച്ചെടുക്കരുത്, ചെറുതായിട്ട് ഒന്ന് ചതഞ്ഞാൽ മതി അങ്ങനെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചക്കക്കുരു ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് വേവായതിന് ശേഷം മാത്രമാണ് നമ്മൾ ചക്കയുടെ സാധനങ്ങളൊക്കെ ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതാകെ വെന്ത് കുഴയും. അപ്പോൾ ചക്കക്കുരു ഒന്ന് പകുതി വേവെങ്കിലും ആയിട്ട് എടുക്കട്ടെ. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുകയാണ്, ഉപ്പ് ചേർക്കണില്ല, എന്നിട്ട് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളുടെ കൂടെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വേവിക്കാം. ഈ ചക്ക പിന്നെ മുരിങ്ങക്കായ ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് വെന്ത് കെട്ടട്ടെ, അതിന് ശേഷം മാങ്ങ ചേർത്താൽ മതി കേട്ടോ. ഉപ്പും ചേർത്തിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ പച്ചമുളക് ചേർക്കേണ്ടത്, അപ്പോൾ അധികം മുളക് പൊടി വേണ്ട. പിന്നെ ഉപ്പ്, ഞാനിവിടെ കുറച്ച് കല്ലുപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം കേട്ടോ. വേഗം വേവും, അതൊന്നും അത്ര വേവുള്ള സാധനങ്ങളല്ലല്ലോ. അപ്പോൾ ഒന്ന് നല്ല തള വരട്ടെ, എന്നിട്ട് വെന്തുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് മാങ്ങ ചേർക്കാം. അപ്പോൾ നമ്മൾ ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചക്ക മുരിങ്ങക്കായ, അപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ഇടാം കേട്ടോ. മാങ്ങ ദാ ഇങ്ങനെ നീളനെ കനം കുറച്ച് അരിഞ്ഞ് വെക്കണതാണ്, അതിട്ടു. മാങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല, അപ്പോൾ തന്നെ നമുക്ക് അരച്ചതും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. അരച്ചത് ചേർത്തിട്ട് നന്നായി ഇളക്കുക. കറിവേപ്പിൻ്റെ ഇല, ഒരു കുറച്ച് ജീരകം, 2 മണി ജീരകം, ഉള്ളി, പച്ചമുളക്, ഇതൊക്കെ കൂടി ചേർത്തതാണ് നമ്മൾ നാളികേരത്തിൽ ചതച്ച് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഉപ്പൊക്കെ പാകമാണോ എന്നുള്ളതൊന്ന് നോക്കാം. പിന്നെ മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ, അപ്പോഴാണ് ശരിക്ക് ഉപ്പിൻ്റെ പാകമൊക്കെ അറിയുള്ളൂ. അപ്പോൾ അതവിടെ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. അപ്പം അതൊന്ന് തുറന്ന് നോക്കട്ടെ. നാളികേരം, മാങ്ങ എല്ലാം നല്ലോണം ചേർന്നിട്ടുണ്ട്. ഇനി സ്വല്പം നല്ല പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. കുറച്ച്
പച്ച വെളിച്ചെണ്ണയും കൂടി അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിയൽ തയ്യാറായി. നമ്മളുടെ ചക്ക അവിയലിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇതാണ്. ഒരുപാട് ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. കഞ്ഞിക്കൊപ്പം ചോറിനൊപ്പം എല്ലാവർക്കും ഇഷ്ടമാവും. ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.